ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യോഹൻ ചിത്രസ്. അപ്പോൾ നമ്മളിവിടെ ഡൈനോസോറിൻ്റെ തലയൊക്കെ ഇട്ടിട്ടിരിക്കുന്ന നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ ഒരു റെയറസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു റേസർ വന്നിട്ടുണ്ട്. അത് തന്നെ. അപ്പം നമ്മൾ ആ റേസറിൻ്റെ ഒരു കുടുക്കാച്ചി കാറുണ്ട്. ആ കാറിന്ന് അടിച്ചു മാറ്റാൻ പോവാണ്. അതൊരു ഡൈനോസറിൻ്റെ തല. ഫ്രാങ്ക്ലിൻ ഹെൽമെറ്റൊക്കെ വെക്കണ്ട. ഫ്രാങ്ക്ലിനെ നമ്മളെന്തായാലും ഈ പൈസ നമുക്ക് വലിയൊരു നമ്മുടെ വണ്ടിയിട്ട് ഉറപ്പായിട്ട് കളികളൊന്നും ഇല്ല. അത് വെച്ചിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ള വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് ഒരു 50 ലൈക്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് കുടിച്ചത് നമ്മുടെ ചാനലിപ്പോൾ 30 അപ്പോഴത്തേക്കും ആ വണ്ടി ഈ ഒരു സിറ്റിയിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കണം. നമുക്കറിയുള്ളത് എവിടെയുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഈ ഇടവഴിയൊക്കെ മെയിനായിട്ട് പോവാം. കാരണം ചേട്ടന് അറിയാം ഈ ഒരു സിറ്റിയിൽ നമ്മളുള്ളതായിട്ട്. അങ്ങനെയല്ല, അടിച്ചു പോരുന്ന ആൾക്കാരൊക്കെ ഉള്ള കാര്യം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സിറ്റി ആ ചേട്ടൻ അറിയിച്ചില്ലേ നാട്ടിലെ ഏറ്റവും കൂടുതൽ മോശമുള്ള നമുക്കിപ്പോൾ ആ ഒരു വണ്ടി കാണണമെന്നേ ഉള്ളൂ. അമ്മ ഓർക്കണ്ടേ ഇവിടെ ആ വണ്ടിയുടെ കൂടെ റെഡ് ആണ്. ഇതുകൊണ്ടപ്പോൾ ചേട്ടന് വണ്ടി അമ്മ ഓർക്കുന്നുണ്ട് നമ്മളൊരു വീട് എന്തോടും നമ്മളെ കൊണ്ട് അഞ്ചരത്തി കൂടുതൽ ഇതിനിടെ ഏറിക്കിടക്കണയാള് എന്റെ വണ്ടി എവിടെടാ? കള്ള പുസ്കന്നെ വന്ന് ഇടിച്ച് ഫോൺസൊക്കെ വിഷയമാണ്. എല്ലാ വണ്ടിക്കും ഈ ഗെയിം 270 270 സ്പീഡ്. നമ്മൾ റീചാർജിന് എടുത്ത് നോക്കിയപ്പോൾ 270. പിന്നെ ഈ വാരാൻ പോണ വണ്ടി ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞാൻ വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി. പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങി. നമ്മൾ എംബാപ്പെ ഫാനാണ്. ഞാൻ യോഹനും കൂടെ എംബാപ്പെ ജേഴ്സിട്ടേക്ക് ടോപ്പി കൂടിയിട്ടേക്ക് നല്ല സ്പീഡാണ്. വല്ലോ മുന്നിൽ വന്നാൽ ഒരൊറ്റ ഇടിയായിരിക്കും. കള്ളപ്പൊക്കെ പറഞ്ഞപ്പുറത്തെ കണ്ടത്തിലുണ്ട്. ഈ വണ്ടിക്കാണ് ബ്രേക്ക്. ഇതിപ്പോൾ ഈ നല്ലൊരു ഗെയിമാണ് ഗൈസ്. ഈ ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്നാണ്. എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കണം. ഇടിച്ചു കൊല്ലും. അയ്യോ ഇത് കയറുന്നുണ്ട്. വളർത്തി അല്ല ബൈക്ക് നിങ്ങൾക്ക് സൈഡിൽ സ്പീഡ് കാണാൻ പറ്റുമായിരിക്കും. സൈഡിൽ നമ്മുടെ ഫോണും കിട്ടുന്നു. ഇവിടെ ഇതിനെത്ര 260 ബൈക്ക് ഇങ്ങോട്ടൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരണ വഴി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും പിന്നെ എത്തി. സ്പീഡ് നോക്കിയതല്ലേ. ഇവിടെ വരുന്നില്ല. ബ്രേക്ക് കിട്ടുള്ള വണ്ടിക്ക് ലിഫ്റ്റ് ചെയ്യാൻ ഡിഫൻഡർ. ഇതിൻ്റെ ബ്രേക്ക് ഇതിൻ്റെ കൺട്രോളാണ്. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങോട്ട് പോയിരുന്നു. വണ്ടി നമുക്കിവിടെ എന്തോ എന്തെങ്കിലും ചെയ്യാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ടൊന്നൊരു പരിപാടിക്ക് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ മറ്റേ ഇതുണ്ടെന്നാണ്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളെന്നാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്. അപ്പോഴേക്കും നമുക്ക് എന്തായാലും പറഞ്ഞ് പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ പോയിട്ട് കുറച്ച് വന്നതേ ഉള്ളെന്നാണ്. അതാണ് നമ്മൾ നേരത്തെ ഈ വഴി പോയപ്പോൾ ഈ വണ്ടി കാണാഞ്ഞത്. എന്തായാലും ആ ബൈക്കിൽ പോകുമ്പോൾ നേരെ ചാവി ഉണ്ടാന്ന് നോക്കി.
70. അയ്യോ ഇപ്പൊ ഈ എടുത്തോണ്ട് വന്നത് നമ്മളെടുക്കുന്ന ആരാണ് പെട്ടെന്ന് കൊണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ എന്തൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ഈ വണ്ടി ഈ വണ്ടിയുടെ റിയൽ പ്രൈസ് 10 കോടി രൂപയാണ്. മതി എന്നാണ് പറഞ്ഞത്. പൈസയൊക്കെ അവൻ ഓൾറെഡി എനിക്ക് തന്നിട്ടുണ്ട്, കാരണം ഞാൻ അടിച്ചു മാറ്റുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ പിന്നെ കമൻറ്റും കൂടെ ചെയ്യും, നമുക്ക് അടുത്ത് ഏത് വണ്ടി മേടിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ നമുക്ക് വണ്ടികളൊന്നുമില്ല. ഇവിടെ ഇട്ടിട്ടുണ്ട് പൈസ വന്നിട്ടുണ്ട്. നേരെ ഇതാരുടെ സൈക്കോ നമ്മളെ കൊടുത്ത് ഇതാണ് ഇങ്ങോട്ട് ഇതായിരിക്കും എടാ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്റെ മോനെ അതാണ് എന്റെ കൂട്ടുകാരൻ. അവൻ പോവാൻ പോക്ക് കണ്ട കറക്റ്റ് വണ്ടി ഇട്ടപ്പത്തിന് ഇവര് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ചേട്ടാ കോൺസെപ്റ്റ് ചെയ്ത എന്നോട് ഇരിക്കുള്ളൂ. ചേട്ടി ഇവിടെ തന്നെ ഇരുന്നോണേ, ഞങ്ങൾ കൊണ്ടേ ഇങ്ങോട്ടേ ആരെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ ഫിംഗർ അമ്മേ വണ്ടിയുടെ വഴി പോയി. വണ്ടി പണിയല്ലേ പണിയല്ലേ, വണ്ടി മറിയല്ലേ, വണ്ടി മറിഞ്ഞു. ചാടറ ചാടറ ലിഫ്റ്റ് ലിഫ്റ്റ് ഇങ്ങനെ പറ്റിച്ച മച്ചാനും മീൻ പൊട്ടിയ എടാ ഐസുമിത്തായാലുണ്ടാവേനെ എന്നോട് ആരാ അമർന്നത്? ഒക്കെ ഇവിടെ പടിയായിട്ടുണ്ട്. ഡിഫൻഡറാണ് നമ്മുടെ പണി. ഇനിയിപ്പോൾ എന്തായാലും എടുത്തിട്ട് ഓടാം. മച്ചാനൊരു ലിഫ്റ്റ് കിട്ടണം. ഇവിടെ എന്നാലും പൊട്ടിത്തെറി ഉണ്ടായി ഒന്നും മറക്കുന്നു. എനിക്കറിയാം സൂപ്പറായിട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. 57 അതൊന്ന് 50 ആക്കുക. നമുക്കൊരു ലൈവ് 40 ഒക്കെ ആയിട്ട് അതൊക്കെ 50 ആയിട്ട് പിടിയുന്നു. പിന്നെ ലൈക്ക് ഒരു 50 കൂടെ കിട്ടാം. പിന്നെ ഇതിലോട്ട് പോകാനാ പറഞ്ഞില്ല, കണ്ടീഷനിലോട്ട് പോകാനല്ല. അയ്യോ ഇതിൻ്റെ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. എൻ്റെ വീട്ടിലുണ്ട് ഇവിടെ നല്ല വീടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിലെത്തിയിട്ട് കാണാം. അയ്യോ വണ്ടി ഒന്നും പറ്റില്ല. ആർക്ക് പറഞ്ഞത് ദൈവമേ, ഫോർച്യൂണറിന്റെ പവർ ഉണ്ടാ. ഫോർച്യൂണർ ഫാൻസ് ഉണ്ടെങ്കിൽ ഇത് കേട്ടോ, ഫോർച്യൂണർ ഓടിച്ചാൽ നിങ്ങൾ പടിയാവുന്നതായിരിക്കും. തൊട്ടതുണ്ട് ഡിഫൻഡർ കണ്ടോ, ഒരു കുഴപ്പമില്ല. ഫോർച്യൂണർ പറമ്പിൽ. അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവിടേക്ക് നിർത്തല്ല, നേരെ നമ്മുടെ വീട്ടിലോട്ട് വിടാം. അവിടേക്ക് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ബൈ പിന്നെ ഒന്നും കൂടെ പറയണ്, എല്ലാവരും കമന്റ് ഇടുക. നമുക്കിപ്പോൾ എവിടെ നമ്മൾ തിരിച്ച് കറങ്ങിട്ടിരിക്കുക. നമ്മൾ ഇങ്ങോട്ട് ഇത് എന്തൊരിതാത്. അയ്യോ ശരി, അവരുടെ സ്ഥലം എന്തെന്നാ എന്താ പിന്നെ ഇങ്ങോട്ട് വരണ വഴി നിങ്ങൾക്ക് ചെല്ലേ തോന്നേ. എടുത്തോണ്ട് പോയിക്കാണ്. നിങ്ങളുടെ അവൻ എവിടെയോ പോകുന്നുണ്ടെന്നാ പറയുന്നത്.
നമ്മള് കേട്ടിട്ടില്ല. അതൊക്കെ തള്ളാം. അത് കുഴപ്പമില്ല. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫോണിൽ കണ്ടിട്ടുണ്ട് ഒരു എന്താ 0KM പിന്നെ ഒരു വര വർഷത്തൊക്കെ വെച്ച് ഇത് നമുക്ക് വഴിയൊക്കെ പല്ലിയാവില്ലേ? അപ്പൊ പല്ലിനെ പിടിക്കാൻ വേണ്ടി ആ പല്ലി അതിരിച്ചോട്ടേക്ക് ഈ വണ്ടി മാസം പിന്നെ ഏത് കാറാണ് വേണ്ടതെന്നും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു. വീട് നല്ല ലോങ് ആയി കാണും. ഇതൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാലാണ്. അപ്പോൾ പിന്നെ നമ്മൾ നാളെ നമ്മുടെ സിയാറ ചെയ്യണം. നിങ്ങൾ കമൻ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മളൊരു സിയാറ മേടിക്കാനാണ് പ്ലാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.